ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് നമ്മളിവിടെ മത്തി കൊണ്ട് പച്ച കളറിൽ മത്തി കറി വറുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ചെയ്യാനാണ് പോകുന്നത്. അതിനാവശ്യമായ കുറച്ച് 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ഐസായിരിക്കണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ ശരിയാക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ തലയും വാലും അതേപോലെ അതിൻ്റെ സ്കിന്നിലൊരു വെള്ള കളർ ചെളുക്കാന്ന് പറയും ഇവിടെ പാലക്കാട്ടുകാർ. അതെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് മത്തിനെ എടുക്കാം. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണേ. അപ്പോൾ അതിൻ്റെ നമ്മൾ തലയും അതുപോലെ അതിൻ്റെ വാലും ഒക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറുത്ത് മാറ്റിയതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ വെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. ഉപ്പിട്ട് വേണം നല്ലപോലെ കഴുകിയെടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊടിയുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കുറേ വെള്ളത്തിൽ കഴുകി നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കുക. മത്തിക്ക് ഇതുപോലെ 2-3 വര ഇതേപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് മല്ലിയില, പച്ച കുരുമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, 2-3 ചെറിയ ഉള്ളി, പിന്നെ കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഏത് വേണമെങ്കിലും എടുക്കാം. അത് കുരുമുളകെല്ലാം എടുത്തതിന് ശേഷം അതിൻ്റെ തണ്ട് ഇതുപോലെ വേറിട്ടെടുക്കണം. അതിനുശേഷം ഒരു 4-5 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം വാട്ടറും ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം പേസ്റ്റ് മൊത്തം മത്തിയിലോട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാനിൽ കറിവേപ്പില തണ്ടുകൾ കുറച്ചിട്ടതിന് ശേഷം അതിൽ ഈ മത്തി കൂടെ ഇട്ട് വെച്ച് എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണിത്. കുറച്ച് കറി വയ്ക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചിയിൽ ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് വാളംപുളി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഈ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം മത്തിയെല്ലാം അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളിവെള്ളം പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 തള വന്നതിന് ശേഷം നമുക്കതൊന്ന് കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാനും. ഓക്കെ, ബൈ.